നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ്. അതിപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വിജയമുണ്ടാകാത്തതെന്നും അത് എങ്ങനെയാ വിജയം നമ്മൾക്ക് നേടിയെടുക്കാമെന്നും കൂടോത്രം, ശത്രുശല്യം, ദൃഷ്ടിദോഷം, കണ്ണേറ് എന്നിവയിൽ നിന്നൊക്കെ എങ്ങനെ മുക്തി നേടാമെന്നും നമ്മൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങളെയെല്ലാം നമ്മൾക്ക് സ്വായത്തമാക്കാൻ എങ്ങനെ കഴിയുമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് ഒരു വളരെ ചെറിയൊരു കർമ്മമാണ്. 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ്. ഇതിന് പണച്ചെലവോ മറ്റ് ചിട്ടവട്ടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കർമ്മമാണ്. ചില കാര്യങ്ങൾ നമ്മുടെ നക്ഷത്രത്തെക്കുറിച്ച് അറിഞ്ഞ് അത് പ്രവർത്തിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് ആയില്യം നക്ഷത്രക്കാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴാണ് പരാജയപ്പെടുന്നത്? നമ്മളുടെ ഭാഗ്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ നല്ല സമയത്തിലും നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾക്ക് പരാജയം സംഭവിക്കും. അതിനുള്ള കാരണം നമ്മൾക്ക് ഈശ്വര അനുഗ്രഹം നഷ്ടപ്പെടുകയും പ്രപഞ്ച ശക്തിയുടെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് ലഭിക്കാതിരിക്കുകയും നമ്മൾ പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവിലേക്ക് മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് തുടരെ പരാജയങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാം? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവിധ ശത്രുദോഷങ്ങളും മാറുന്നതാണ്. പോസിറ്റീവ് എനർജി നമ്മൾക്കുണ്ടാവുന്നതാണ്. ഈശ്വരാനുഗ്രഹവും ഉണ്ടാവുന്നതാണ്. അതിനായിട്ട് ആയില്യം നക്ഷത്രക്കാര് ആദ്യമായിട്ട് ആയില്യം നക്ഷത്രത്തിന്റെ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ആയില്യം നക്ഷത്രക്കാരുടെ രാശിയാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ഇവര് കർക്കിടകം രാശിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഇവരുടെ ദേവത നാഗമാണ്. അതുപോലെ തന്നെ ഇവരുടെ വൃക്ഷവും നാഗമരമാണ്. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിറം പച്ചയും വെള്ളയുമാണ്. ഇവരുടെ പഞ്ചഭൂതങ്ങളിലെ ഭൂതം എന്ന് പറയുന്നത് ജലമാണ്. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം തിങ്കൾ, വെള്ളി എന്നിവയാണ്. 2, 7 എന്ന അക്കങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. നമ്മളുടെ നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു രഹസ്യമാണ്. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ 80% നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ബാഹിക ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യം നമ്മൾക്കൊന്ന് നോക്കാം. നിങ്ങൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ രാശ്യാധിപനായിട്ടുള്ള ബുധ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതും പൂജിക്കേണ്ടതുണ്ട്. ബുധന്റെ ബീജമന്ത്രം നിങ്ങൾ 7 തവണ മുതൽ 108 തവണ വരെ ജപിക്കേണ്ടതാണ്. അത് ചെറിയൊരു ശബ്ദത്തോടു കൂടി ജപിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ശബ്ദം പ്രകൃതിയിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ദേവതയായിട്ടുള്ള നാഗദൈവത്തെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. 7 മുതൽ 108 തവണ വരെ നാഗമന്ത്രവും നിങ്ങൾ ജപിക്കേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റും രൂപപ്പെടുകയും അതുമൂലം നിങ്ങൾക്ക് കണ്ണേറ്, ദൃഷ്ടിദോഷം എന്നിവയിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പഞ്ചഭൂതത്തിലെ ഏറ്റവും പ്രധാനം ജലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു കുമ്പിൾ ജലമെടുത്ത് സൂര്യഭഗവാന് നേരെ നീട്ടി സൂര്യഭഗവാനെ സ്മരിക്കുന്നതും വളരെ ഉചിതമാണ്. ഈ ജലത്തില് സൂര്യഭഗവാന്റെ ആദ്യ കിരണങ്ങൾ പതിച്ചതിന് ശേഷം അത് നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിൽ അതിന്റെ പ്രതിബിംബം നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന രീതിയിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളുടെ നിറം പച്ചയോ വെള്ളയോ ആകുന്നത് വളരെ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ 2 അല്ലെങ്കിൽ 7 അക്കങ്ങൾ വരുന്ന തീയതികൾ, അതായത് 2-ാം തീയതിയാവാം, 7-ാം തീയതിയാവാം, 12, 17, 22, 27 അങ്ങനെയുള്ള തീയതികളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ പൂരം, അത്തം, ചോതി, ചതയം
ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കി നിങ്ങൾ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് കൂടോത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഫലിക്കുന്നതല്ല. ഇനിയും പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക്, എല്ലാ നക്ഷത്രക്കാർക്കും 4 പാദങ്ങളുണ്ടെന്നറിയാമല്ലോ. എങ്കിലും നമ്മളുടെ ഭാരതീയ ജ്യോതിഷം അനുസരിച്ച് നമ്മൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പാദക്കാർക്കും ഓരോ അക്ഷരങ്ങള് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ആദ്യം വരുന്ന നാമങ്ങള് സ്വീകരിക്കുകയാണെങ്കിൽ ആ നക്ഷത്രക്കാരന് വളരെയധികം പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാകുന്നതാണ്. കാരണം ആ അക്ഷരമാണ് ആദ്യം ഉച്ചരിക്കുന്നതും അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും അത് ആ നക്ഷത്രക്കാരന് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഒന്നും പേര് ഈ അക്ഷരങ്ങൾ കൊണ്ടായിരിക്കില്ല തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന് പരിഹാരമായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾക്ക് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആയില്യം 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ഡി എന്നും, 2-ാം പാദത്തിലാണെങ്കിൽ ഡു എന്നും, 3-ാം പാദത്തിലാണെങ്കിൽ ഡേ എന്നും, 4-ാം പാദത്തിലാണെങ്കിൽ ഡോ എന്നുമാണ് വരേണ്ടത്. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പേരുകൾ ആയില്യം നക്ഷത്രക്കാർക്ക് സംഭവിക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പച്ചയോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതിനുശേഷം ഒരു കുമ്പിൾ ജലമെടുത്ത് സൂര്യഭഗവാന് നേരെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ജലത്തിൽ മുഖം ഒന്ന് കഴുകുക. അതിനുശേഷം ഇത് തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ വളരെ ഉചിതം, 2 അല്ലെങ്കിൽ 7 വരുന്ന ദിവസമാണെങ്കിൽ അതിലും ഉചിതമാണ്. ഇതെല്ലാം ചേർന്ന് വരികയാണെങ്കിൽ വളരെ ഉചിതമാണ്. അതിനുശേഷം നിങ്ങൾ ഒരു പേപ്പറിൽ, നിങ്ങളിപ്പം 1-ാം പാദത്തിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പേരിപ്പോൾ രാജേഷ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഡി എന്ന മലയാള അക്ഷരം ഒരു വെള്ള പേപ്പറിൽ എഴുതിയതിനു ശേഷം ഒരു കുത്തിടുക. അതിനുശേഷം രാജേഷ് എന്നെഴുതുക. എന്നിട്ട് ആ പേപ്പർ മടക്കി നിങ്ങളുടെ പൂജാമുറിയിലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുന്നിലോ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രധാന കർമ്മത്തിലേക്ക് കടക്കുക. അതിനുശേഷം തിരികെ വന്നതിന് ശേഷം ഈ പേപ്പർ എടുത്ത് ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി വിടുന്നത് വളരെ ഉചിതമാണ്. നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ്. ഇനിയും നിങ്ങൾ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് അറിയില്ല എങ്കിൽ ഈ 4 അക്ഷരവും നിങ്ങൾ എഴുതേണ്ടതാണ്. ഡി, ഡു, ഡേ, ഡോ എന്നെഴുതിയതിനു ശേഷം പേരെഴുതുക. അതിനുശേഷം മടക്കി നിങ്ങളുടെ ഈശ്വരന്റെ മുന്നിൽ വയ്ക്കുക. പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒഴുക്കിക്കളയുക. ഇനിയും നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആയില്യം നക്ഷത്രത്തിന് ഒരു ബീജമന്ത്രമുണ്ട്. അത് കൃത്യമായിട്ട് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 7 തവണ ജപിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ആദ്യം പുറപ്പെടുവിക്കുന്ന വാക്കുകൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓറ തീർക്കാൻ തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, മന്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ശത്രുദോഷത്തിൽ നിന്നും, കണ്ണേറിൽ നിന്നും, കൂടോത്രത്തിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ജീവിത വിജയം വരുന്നതാണ്. ജീവിതം വളരെയധികം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോഴുണ്ടായിരുന്ന കടവും കഷ്ടപ്പാടുകളും എല്ലാം മാറി മനസ്സിന് സമാധാനവും സുഖവും എല്ലാം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. ഇതുമൂലം സന്താന ലാഭം, വിവാഹ തടസ്സമൊക്കെ മാറുന്നതാണ്. സാമ്പത്തിക പരാജയമൊക്കെ മാറുന്നതാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായി മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വളരെയധികം വിജയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാ ആയില്യം നക്ഷത്രക്കാർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.